ഇടുക്കി തൊടുപുഴയിൽ സഹപാഠികൾ നിരന്തരം ലഹരി ഉപയോഗിക്കുന്നത് അധ്യാപകരെ അറിയിച്ച 19-കാരനെതിരെ ജനനേന്ദ്രിയം അടിച്ചു തകർത്തു. ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന അണക്കര സ്വദേശിയാണ് ക്രൂരമായ ആക്രമണത്തിനിരയായത്. വിദ്യാർത്ഥിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 19-കാരനെ ആക്രമിച്ച പ്രായപൂർത്തിയാകാത്ത ആളെ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. ഒരു ദിവസം ഇങ്ങനെ കഞ്ചാവ് പോലത്തെ സാധനം വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് തന്നെ ഞാൻ അവിടുത്തെ സാറിനോട് പറഞ്ഞു, സാറേ ഇന്നോട് കഞ്ചാവ് പോലത്തെ എന്തോ വലിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു വീഡിയോ എടുത്ത് അയച്ചു വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയും ഫോട്ടോസ് എല്ലാം ഞങ്ങൾ അയച്ചു കൊടുത്താൽ. തൊടുപുഴയിലെ ഗ്രാൻഡിസ് എന്ന സ്ഥാപനത്തിൽ മൊബൈൽ ഫോൺ ആൻഡ് ലാപ്ടോപ്പ് സർവീസ് കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മൃഗീയമായി ആക്രമിക്കപ്പെട്ടത്. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിൽ 3 പേർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുകയും മറ്റുള്ളവരെ ലഹരി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതോടെയാണ് 19-കാരൻ വിവരം അധ്യാപകരെ അറിയിച്ചത്. അന്ന് തന്നെ സാറുമാർ വന്ന് എല്ലാം നോക്കി. അന്നൊന്നും കിട്ടിയില്ല. പിന്നെ സാറ് പോയി കഴിഞ്ഞ് ഇത് തന്നെയായിരുന്നു, വലിയോട് വലിയായിരുന്നു. ഞാൻ അന്നേരം വീഡിയോ എടുത്ത് വീണ്ടും സാറിന് അയച്ചു കൊടുത്തു. അന്നേരം ആ വീഡിയോയിൽ എങ്ങനെയാണുള്ളത് അതേപോലെ അമ്മമാരെ 3 പേരെയും ചോദ്യം ചെയ്ത് ഭയങ്കര തെറിയും പറഞ്ഞുകൊണ്ട് കയറി വരുന്നത്. അന്നേരത്തേക്കും തന്നെ അവൻ എൻ്റെ കയറി വരികയും കുറച്ച് കഴിഞ്ഞ് തെറി പറഞ്ഞ് എൻ്റെ ഇവിടെ കയറി ഒരു പിടിച്ചിങ്ങനെ എണീപ്പിച്ച് ആ വേന പറഞ്ഞ് എണീറ്റു. ആ സമയത്ത് തന്നെ അവൻ ഇവിടെ ഇടിക്കുകയും കൂടെ ആയിരുന്നു. ഭയങ്കര തെറി. അത്രയും അവനെ അമ്മരെ പിടിക്കുന്നതിന് തന്നെ അവനെ ആ സമയത്ത് ഇറങ്ങിപ്പോയി. ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താൻ അധ്യാപകർ 19-കാരന് നിർദ്ദേശം നൽകി. എന്നാൽ വിഷയത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളാൻ തയ്യാറാകാത്ത അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾക്കെല്ലാം കാരണം. അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം ഹോസ്റ്റലിലെ ലഹരി ഉപയോഗം മൊബൈലിൽ പകർത്തിയതിന്റെ വൈരാഗ്യത്തിലാണ് 19-കാരന്റെ ജനനേന്ദ്രിയം അടിച്ചു തകർത്തത്. അതിക്രൂരമായി ആക്രമണം നടത്തിയ പ്രായപൂർത്തിയാകാത്ത ആളെ പോലീസ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കി. ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അവർ നമ്മൾ 308 വകുപ്പ് പ്രകാരവും ഒപ്പം ഡ്രാഗിംഗ് ആക്ട് പ്രകാരവും നമ്മളാണ് അയാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത് നമ്മൾ ജെ ബോർഡിൻ്റെ മുന്നിൽ ഹാജരാക്കി. അയാളെ വെള്ളിയാഴ്ച തിരികെ അവിടെ തന്നെ ഹാജരാകണമെന്ന നിബന്ധനയോടുകൂടിയാണ് ഇപ്പോൾ ജുവനൈൽ കോടതി അയാളെ വിട്ടിരിക്കുന്നത്. നടന്നത് ആസൂത്രിത ആക്രമണമാണെന്നും പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്നും 19-കാരൻ പോലീസിനെ അറിയിച്ചു. കുറ്റാരോപിതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അതിക്രമം നേരിട്ട വിദ്യാർത്ഥിക്ക് ചികിത്സാ സഹായവും തുടർ പഠനവും ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് SFI നടത്തിയ സമരത്തിൽ സംഘർഷമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പോലീസുമായി സഹകരിച്ചുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി സ്ഥാപനത്തിൻ്റെ ഭാഗമായി തന്നെ പരാതി നൽകും എന്നുകൂടി നമ്മൾ SFI ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങൾക്കകത്തെല്ലാം കൃത്യമായൊരു നടപടി സ്വീകരിക്കാം എന്നിവർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പിന്നാലെ നടന്ന ചർച്ചയിൽ കേസുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളിലും സാധ്യമായ മുഴുവൻ പിന്തുണയും നൽകുമെന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകി. ഒരിക്കലും നമ്മളത് ന്യായീകരിക്കുന്നില്ല. കാരണം ഇതൊരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായി പോയി. നമ്മൾ ആ കുടുംബത്തിനോടൊപ്പം ഒപ്പം തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം നമ്മൾ കുട്ടിയെ നിരന്തരം ഒന്ന് കുട്ടിയെ ആശ്വസിപ്പിക്കാൻ അതുപോലെ തന്നെ കുട്ടിയായിട്ട് സംസാരിക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരിട്ട് പോയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നേരിട്ട് പോയിട്ട് സംസാരിക്കാൻ പോയി പേരൻസ് സമ്മതിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ പേരൻസോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടാണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് എല്ലാ സപ്പോർട്ടും. ആരോപണം സംഭവിച്ച അന്ന് തന്നെ തിങ്കളാഴ്ച തന്നെ നമ്മൾ കുട്ടീനെ ഇവിടെ ആരോപിതരായ 2 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് 10ഓളം കുട്ടികളെ നമ്മൾ പോലീസിന് അവർ കേസന്വേഷണയുടെ ഭാഗമായിട്ട് മൊഴിയെടുക്കാൻ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട്. കൊടിയ അതിക്രമം നേരിട്ട വിദ്യാർത്ഥി ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്നാണ് പഠിക്കാൻ വരുന്നത്. 19-കാരന്റെ അച്ഛൻ ക്യാൻസർ രോഗബാധിതനാണ്. ജനനേന്ദ്രിയത്തിലേറ്റ പരിക്കിന് പിന്നാലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ വിദ്യാർത്ഥിക്ക് സംരക്ഷണമൊരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് മലയാളം, ഇടുക്കി.